ഹായ് ഓൾ, വെൽക്കം ടു ഇലക്ട്രിക്കൽ എഡ്യൂസോൺ. അപ്പോൾ നിങ്ങളെല്ലാവരും നോക്കിക്കാണുന്ന ഒരു കാര്യമാണ് നമ്മളെ കേരള വാട്ടർ അതോറിറ്റിയിൽ എത്ര പേര് കൺഫർമേഷൻ കൊടുത്തിട്ടുണ്ടെന്നല്ലേ. അപ്പോൾ നിങ്ങൾക്കറിയാം, ഓഗസ്റ്റ് 11 നമ്മുടെ എക്സാം ഡേറ്റ് വന്നിട്ടുള്ളത്. കേരള വാട്ടർ അതോറിറ്റി എയിലേക്കുള്ള എക്സാം ഡേറ്റ് വന്നിട്ടുള്ളത് ഓഗസ്റ്റ് മാസം 11 അപ്പം അതിൽ എത്ര പേര് അപ്ലൈ ചെയ്തിട്ടുണ്ടെന്നല്ലേ നോക്കാം. 126 2024 കാറ്റഗറി നമ്പർ കേരള വാട്ടർ അതോറിറ്റി ഓഗസ്റ്റ് 11 10,472 പേര് എന്ത് ചെയ്തിട്ടുണ്ട്, അപ്ലൈ ചെയ്തിട്ടുണ്ട്, എക്സാമിന് വേണ്ടി അപ്ലൈ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കറിയുന്നുണ്ടാവും, അവിടെ എക്സാമിന് ഇതുവരെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന വേക്കൻസി പറഞ്ഞാൽ 3 വേക്കൻസിയാണ്. മേ ബി അതുകൊണ്ടാവാം ഇത്രയും അപ്ലിക്കൻസ് കുറയാനുള്ളൊരു കാരണം. എനിവേ നമുക്ക് നോക്കാം എത്ര പേരാണ് കൺഫർമേഷൻ കൊടുത്തതെന്നില്ല കാര്യം. അപ്പോൾ എക്സാമിനേഷൻ പ്രോഗ്രാം ഫോർ ദ മന്ത് ഓഫ് ഓഗസ്റ്റ് ഫൈനലൈസ്ഡ് ആഫ്റ്റർ ദി ഡേറ്റ് ഓഫ് കൺഫർമേഷൻ. അപ്പോൾ നിങ്ങൾക്കറിയുന്നുണ്ടാകും, ആകെ 3 വേക്കൻസിയാണ് അറ്റ് ദ ടൈം ഓഫ് നോട്ടിഫിക്കേഷൻ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 126/2024 അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ കേരള വാട്ടർ അതോറിറ്റി. നിങ്ങൾക്ക് ജൂലൈ 28 നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. വെറും 6,450 പേര് മാത്രമാണ് എക്സാമിന് വേണ്ടിയിട്ട് കൺഫർമേഷൻ കൊടുത്തിട്ടുള്ളത്. എക്സാമിന് വേണ്ടി കൺഫർമേഷൻ കൊടുത്തേക്കുന്നത് വെറും 6,450 പേരാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് അവിടെ വേക്കൻസിയാണ് മെയിനായിട്ടുള്ള ഫാക്ടർ. 3 വേക്കൻസീസ് ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. മേ ബി അതുകൊണ്ടാവാം നമ്പർ ഓഫ് അപ്ലിക്കൻസ് 10,000 മേലെ ഉണ്ടായിട്ടുള്ളൂ. നമ്പർ ഓഫ് സ്റ്റുഡൻസ് കൺഫർമേഷൻ കൊടുത്തിരിക്കുന്ന 6,500 കുറഞ്ഞേക്കുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മളിതിൻ്റെ ഡീറ്റെയിൽഡ് സിലബസ് അനാലിസും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വീഡിയോ കാണാത്തവരാണെങ്കിൽ പോയി കാണാം. ഓക്കെ, എന്നാൽ കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും കാണാം. അപ്പോൾ 6,450 പേരാണ് എന്ത് ചെയ്തിരിക്കുന്നത്, നമ്മൾ ഈ ഒരു പോസ്റ്റിലേക്ക് കൺഫർമേഷൻ കൊടുത്തേക്കുന്നത്. Okay, thank you.